കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ 4 തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. പള്ളിയിലുള്ള 4 തരത്തിലുള്ള ആളുകൾ, 4 തരത്തിലുള്ള ആളുകളും പള്ളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആളുകൾ, അവർ പള്ളിയിൽ വന്നത് കച്ചവടം നടത്താനാണ്. അതായത് ജെറൂസലേം ദേവാലയത്തിന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് ഈ വിജാതിയർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട സ്ഥലത്ത് കയറി ബലിയർപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. ഒരു ഉദാഹരണം പറഞ്ഞ്, നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് പോലെ ബന്ധിതനായ ഈശോയുടെ മുമ്പിലുള്ള തുറന്ന ഏരിയ പോലെ ഒരു വലിയ ഏരിയ വിജാതിയർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരുന്നു. അങ്ങനെ വിജാതിയർക്ക് പ്രാർത്ഥിക്കുന്നതിനുള്ള സ്ഥലത്താണ് ഇവർ കച്ചവടം നടത്തിയിരുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് കച്ചവടം നടത്താനിരിക്കുന്നവർക്ക് ആഗ്രഹം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വന്നിരിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ അവർ നടത്തുമ്പോൾ ആർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടമുണ്ടാകുന്നത്? വിജാതിയർക്കാണ്. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം പോയി. അപ്പോൾ അവർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ലാണ്ടായി. അപ്പോൾ ഒന്നാമത്തെ കൂട്ടർ തങ്ങൾക്ക് ലാഭമുണ്ടാകണം, ബാക്കിയുള്ളവർക്ക് എന്തുണ്ടായാലും ഒരു കുഴപ്പമില്ല. സ്വന്തം ഇഷ്ടത്തെ പൊന്നിഷ്ടമാക്കി മാറ്റുകയും ബാക്കിയുള്ളവർക്ക് വിമ്മിഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു കൂട്ടം ആളുകളുടെ ആഗ്രഹം, ഞങ്ങളുടെ കാര്യം ഓക്കെ ആകണം, ബാക്കി ആളുകൾക്ക് സുഖം ഉണ്ടാവേ ദുഃഖം ഉണ്ടാവേ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അത് പള്ളിയിലല്ല, വീട്ടിലൊക്കെ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയുടെ മനോഭാവം എന്താണ്? ഈശോയുടെ ആഗ്രഹം, പിതാവിന്റെ ഇഷ്ടം ആ സ്ഥലം വിജാതിയർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ത്യാഗമെടുക്കാൻ ഈശോ ദേവാലയ ശുദ്ധീകരണം നടത്തിയത് കൊണ്ട് ഈശോയ്ക്ക് ലാഭമായിരുന്നു, നഷ്ടമായിരുന്നു? ഈശോയ്ക്ക് നഷ്ടമായിരുന്നു. ഈശോയെ എല്ലാവരും എതിർക്കാൻ തുടങ്ങി. അപ്പോൾ ഈശോയുടെ മനോഭാവം, എനിക്ക് നഷ്ടമുണ്ടായാലും എനിക്ക് വേദനയുണ്ടായാലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം. ആദ്യത്തെ കൂട്ടർ ചിന്തിച്ചത് എന്താണ്? ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല, എനിക്ക് ലാഭം ഉണ്ടാകണം. ഈശോയുടെ ചിന്ത, എനിക്ക് നഷ്ടമുണ്ടായാലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ലാഭമുണ്ടാകണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുപോലെ തന്നെ ദൈവഹിതം നിറവേറപ്പെടണം. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. മൂന്നാമത്തെ കൂട്ടർ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരുമാണ്. അവരെന്താണ് ചെയ്തത്? ഈ നന്മ ചെയ്യുന്ന ഈ മനുഷ്യനെ എങ്ങനെ കൊല്ലാം എന്ന് ആലോചിച്ചു എന്നാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ട് അവര് വട്ടം കൂടി ആലോചിക്കുകയാണ്, ഇവനെങ്ങനെ നശിപ്പിക്കാം, ഇവളെ എങ്ങനെ അടിച്ചിരുത്താം, ഇവനെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കാം, ഇവനെ എങ്ങനെ ദ്രോഹിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാം എന്ന ചർച്ചയാണ്. ഇനി നാലാമത്തെ കൂട്ടർ ജനങ്ങളാണ്. ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈശോയുടെ അടുത്ത് നിന്ന് മാറാതെ അവൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചുകൊണ്ട് വേറൊരു കാര്യത്തിലും അവർ കച്ചവടത്തിന് പോകുന്നില്ല, അവര് നശിപ്പിക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നില്ല. അവര് ഈശോ പറയുന്ന ഒരു വാക്കുപോലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കരുതി അവര് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. മൂന്നാമത്തെ കൂട്ടര് ഈശോയിൽ നിന്ന് എങ്ങനെ അകന്നു പോകാം, ഈശോയെ എങ്ങനെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താം എന്ന് ചിന്തിക്കുമ്പോ നാലാമത്തെ കൂട്ടർ മനുഷ്യർ വചനത്തിൽ കാണുകയാണ്. അവർ ഈശോയെ വിട്ടുപിരിയാതെ അവൻ പറയുന്ന ഓരോ വാക്കും കേട്ടുകൊണ്ട് അവന്റെ അടുത്ത് നിന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകേണ്ട മനോഭാവം ഈശോയുടെ മനോഭാവവും ഈശോയോട് ചേർന്ന് നിന്ന ജനക്കൂട്ടത്തിന്റെ മനോഭാവമാണ്. നമ്മൾ ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുകയാണ്. ഈശോ പറയുന്ന ഓരോ വാക്കും, ഈശോയുടെ ജീവിതത്തിന്റെ ഓരോ ചലനവും നമ്മൾ കണ്ടുപഠിക്കുന്നത് ഈശോ ജീവിച്ചതുപോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് കണ്ണുകളടക്കാം.
ഈശോ ജീവിച്ചതുപോലെ ജീവിക്കാൻ, സ്വന്തം നഷ്ടം സഹിച്ചും അപരന് ലാഭമുണ്ടാക്കുന്ന, അപരന് സുഖം നൽകുന്ന, അപരന് സൗകര്യമൊരുക്കി കൊടുക്കുന്ന ഒരു ജീവിതമായിരുന്നു ഈശോയുടേത് എന്നതുപോലെ എന്റെ ജീവിതവും അപ്രകാരമായി തീരട്ടെ. അങ്ങനെ ആയിത്തീരാതെ പോയ നിമിഷങ്ങൾ, എന്റെ ലാഭം മാത്രം, എന്റെ സുഖം മാത്രം, എന്റെ സൗകര്യം മാത്രം അന്വേഷിച്ചു പോയ സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ